ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് അമൃത് ലാലുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച ദില്ലി ദാലി അറേഞ്ച് ചെയ്യുന്നത്. ജനാധിപത്യപരമായിട്ടായിരിക്കുമോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന ഒരാശങ്കയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്കുള്ളൊരു ആമുഖമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിലായിരിക്കണം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടത് എന്ന് ഉള്ള അതൊരു സാമാന്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിലായിരിക്കണം നടക്കുന്നത് എന്നുള്ളത്. എന്നാൽ സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കാണിക്കുന്നത് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിലാണോ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഡൽഹി മുഖ്യമന്ത്രി നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയിലിലാണെന്ന്. അതുപോലെ തന്നെ EDയും CBIയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എങ്ങനെയാണ് ഗവൺമെൻറ് പ്രതിപക്ഷ പാർട്ടികളെ ഒതുക്കുവാനോ അവരെ നിയന്ത്രിക്കുവാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള സംശയങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അമൃത് ലാലിനെ ദില്ലി ദാലിയുടെ ശ്രോതാക്കൾക്ക് നന്നായി അറിയാവുന്നയാളാണ്. അദ്ദേഹം ഡൽഹിയിലെ ഹിന്ദുസ്ഥാൻ ടൈംസ് ദിനപത്രത്തിൻ്റെ ഒപ്പീനിയൻ എഡിറ്ററാണ്. ദശാബ്ദങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ വളരെ അടുത്ത് വീക്ഷിക്കുന്നതും പല തെരഞ്ഞെടുപ്പുകളും വളരെ അടുത്ത് കാണുകയും ചെയ്തിട്ടുള്ള അമൃത് ലാലാണ് ഈ വിഷയത്തിൽ സംസാരിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം അമൃത് ലാൽ ദില്ലി ദാലിയിലേക്ക്. താങ്ക് യു ഗോപാലേഷ്. ഞാൻ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ, എൻ്റെ ആശങ്ക ആസ്ഥാനത്താണോ? ജനാധിപത്യപരമായിട്ടുള്ള ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഈ ഒരു മാസം മാത്രം തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കുമ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടോ? ഒരുപാട് പേര് ഉയർത്തിയിട്ടുള്ള ഒരു ആശങ്കയാണ് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പങ്കുവച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേ തരത്തിലുള്ള ഒരു പിച്ച് തയ്യാറാക്കി കൊടുക്കുക എന്ന ജോലി ഏറ്റെടുക്കുമെന്നും അതിനനുസരിച്ചിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള സങ്കല്പമാണ്. അതൊരു പക്ഷേ ഉണ്ടായേക്കാം കുറേയൊക്കെ. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മൾ കേജ്രിവാളിൻ്റെ അറസ്റ്റ് എടുക്കുക. കേജ്രിവാലല്ല ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വലിയ രാഷ്ട്രീയ നേതാവ്. ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോഡിയ ജയിലിലായിട്ട് 13 മാസത്തോളമായി. അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനായ സത്യേന്ദ്ര ജെയിൻ ജയിലിലാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറേൻ ജയിലിലാണ്. അപ്പോൾ ഇവർക്കൊക്കെ എതിരെയുള്ള ഉണ്ടായിരിക്കുന്ന നടപടികളിൽ കേസുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അത് വിഷയമാണ്. എന്നിരിക്കെ പോലും കേജ്രിവാളിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നിങ്ങളൊരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം എന്ത് തരത്തിലുള്ള നടപടികളാണ് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളും ചെയ്യുന്നതെന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ എത്രയോ കാലമായി എത്രയോ മാസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നതായാലും ശരി, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ വിചാരണയ്ക്ക് ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുന്നതായാലും ശരി, അതുണ്ടാക്കുന്ന ഒരു പ്രതീതിയുണ്ട്, അതുണ്ടാക്കുന്ന ഒരു ഓപ്റ്റിക്സ് ഉണ്ട്. ആ ഓപ്റ്റിക്സ് ഒട്ടും ശുഭകരമല്ല. അത് നമ്മൾ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളെക്കുറിച്ച്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നത്? ഇവർക്ക് വേണ്ട തരത്തിലുള്ള ഒരു ഓട്ടോണമി സർക്കാർ നൽകുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഉദാഹരണത്തിന് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് തന്നെ പലരും ഈ ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ അറിയാം, ഇലക്ഷൻ കമ്മീഷന്മാരെ നിയമിക്കുന്ന കാര്യത്തിനകത്ത് തന്നെ കോൺട്രവേഴ്സി ഉണ്ടായി. അതിന് മുന്നോടിയായിട്ട് ആ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നിയമിക്കപ്പെടുന്നത് എന്നുള്ള ഇത് തോന്നല്ലോ. സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയ കമ്മിറ്റിയിൽ നിന്നും
ഇതൊക്കെ തന്നെ ഇതിന്റെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മേളിൽ ചോദ്യചിഹ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അമേരിക്ക ആയാലും ശരി, ജർമ്മനി ആയാലും ശരി, ഈ കേജ്രിവാളിന്റെ അറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഉയർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒട്ടും ഇന്ത്യയുടെ പ്രതിച്ഛായക്കൊട്ടും ജനാധിപത്യ രാജ്യം എന്നുള്ള രീതിയിൽ പ്രതിച്ഛായക്കൊട്ടും നല്ലതല്ല അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പക്ഷെ ഉയരുന്നത്. അതെന്തുകൊണ്ടായിരിക്കും ഉണ്ടാകാനിട സത്യത്തിൽ എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയതാണ്. ആദ്യം ജർമ്മനിയിൽ നിന്നൊരു കേജ്രിവാളിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം വരുന്നു, അതിനുശേഷം US-ൽ നിന്ന് വരുന്നു, അതിനുശേഷം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വരുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? കുറെ നാളായിട്ട് പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ, ഫോറിൻ മീഡിയയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പം പല കാരണങ്ങളാൽ ഇത്തരം ചോദ്യങ്ങൾ ഇപ്പം ഇന്ത്യൻ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ഉയർത്തുന്നില്ലായിരിക്കാം. അത്തരത്തിലുള്ള ഒരു തടസ്സങ്ങളൊന്നും അവർക്കില്ലല്ലോ. അവർ ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഡിക്ലൈനിലാണ് എന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുക എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ വലിയ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. മൂന്നാം ലോക രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നമ്മുടേത് മാതിരി ഒരു ചരിത്രം അടിയന്തരാവസ്ഥയുടെ 2 കൊല്ലം മാറ്റി നിർത്തി കഴിയുകയാണെങ്കിൽ, 19 മാസം മാറ്റി നിർത്തി കഴിയുകയാണെങ്കിൽ, 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ നമുക്ക് തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകളും കൃത്യമായ സമയത്ത് തെരഞ്ഞെടുപ്പുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഒരു ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു ജനാധിപത്യ സംവിധാനമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു രാജ്യത്തെക്കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്ന ഒട്ടും ശുഭകരമായിട്ടുള്ളൊരു ലക്ഷണമല്ലാന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതെ. അപ്പോൾ നമ്മളിത് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വൈകുന്നേരം ഡൽഹിയിൽ ഒരു വലിയ രാഷ്ട്രീയ സംഭവം ഉണ്ടായി. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഈ ഇന്ത്യ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ എല്ലാ നേതാക്കളും കൂടി ഡൽഹിയിലെ പ്രശസ്തമായ രാംലീല മൈതാനിയിൽ വലിയൊരു സമ്മേളനം നടന്നതിന് ശേഷമുള്ള രാത്രിയിലാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. രാംലീല മൈതാനിയിൽ ഇതിനു മുൻപ് പല രാഷ്ട്രീയ മീറ്റിങ്ങുകളും നടന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ ഭരണമാറ്റത്തിലേക്ക് നയിക്കുന്ന വലിയ രാഷ്ട്രീയ സമ്മേളനങ്ങൾക്കൊക്കെ സാദൃശ്യം വഹിച്ച ഒരു രാംലീല മൈതാനിയിൽ ഇന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മീറ്റിംഗ് നടന്നിരിക്കുന്നു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യയിലെ ഭരണകക്ഷിയും കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഒരു പ്രതിപക്ഷ സൂചന പോലും ഇല്ലാത്ത രീതിയിലുള്ള വലിയ വിജയമാക്കി മാറ്റുവാനുള്ള ഒരു അത്യാർത്തി കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. രാംലീല മൈതാനിനെ പറ്റി പറഞ്ഞു. അത് ഈ മലയാള സിനിമ പറഞ്ഞ പോലെ എല്ലാ റാലികളും കാസർഗോഡ് നിന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ പോലെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും വലിയ തെരഞ്ഞെടുപ്പ് റാലികളും തുടങ്ങുന്ന സ്ഥലം രാംലീല മൈതാനാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒരുപക്ഷെ ശരിയായ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ദിവസം ഇന്നാണ്. അതെ. ഇന്ത്യ സഖ്യത്തിന്റെ വലിയ റാലി രാംലീല മൈതാനിൽ നടന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് മീററ്റില് BJPയുടെ പ്രധാനമന്ത്രി അഡ്രസ് ചെയ്ത് മീററ്റിലെ റാലി നടക്കുന്നത്. വലിയ ദൂരമില്ല, 1.5 മണിക്കൂറത്തെ യാത്രയുള്ളൂ. ആ അകലത്തിൽ 2 റാലികൾ ഒരേ സമയത്ത് നടക്കുകയാണ്. രാംലീല മൈതാനിലെ റാലി ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അടിയന്തരാവസ്ഥയ്ക്ക് മുന്നോടിയായി നടന്ന ഏറ്റവും വലിയ മഹാറാലിയും ജയപ്രകാശ് നാരായൺ അഡ്രസ് ചെയ്തത് രാംലീല മൈതാനിലായിരുന്നു. അപ്പം അങ്ങനെ വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു വേദിയിലാണ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യത്തെ റാലി. വാസ്തവത്തിൽ ഇതിനു മുമ്പ് ഇത്രയേറെ ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ കരുതിയ ഈ സഖ്യം ഒരു മഹാസഖ്യമാണ്, രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും BJPക്ക് എതിരെ അണിനിരക്കുന്ന ഒരു സഖ്യമാണെന്നുള്ള സൂചന നൽകുന്നതായിരുന്നു ഇന്ന് ആ വേദിയിൽ അണിനിരന്നിട്ടുള്ള നേതൃത്വം നിര നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ കാണുക. അതിൽ ജാർഖണ്ഡിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു, കൽപ്പന സോറൻ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അല്ല, പുതിയ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ DMKയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, ഉദ്ധവ് താക്കറെ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് റാലിയുടെ ആദ്യത്തെ പ്രസംഗം. ആപ്പിന്റെ നേതാക്കൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൽ നിന്നും സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു, D രാജ ഉണ്ടായിരുന്നു, ദീപാങ്കർ ഭട്ടാചാര്യ ഉണ്ടായിരുന്നു,
അത്തരത്തിലൊരു ഒരു വലിയ പാൻ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വ നിര ഉം. ബി ജെ പിക്കെതിരെ അണിനിരക്കുന്ന രീതിയിൽ വന്ന ആദ്യത്തെ റാലിയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃണമൂലിന്റെ മമതാ ബാനർജി വന്നില്ല, പക്ഷെ അവരുടെ ഒരു ഇതുണ്ടായിരുന്നു, ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് അതെ, എന്നുള്ള ആ പ്രസ്താവനയായിരുന്നു ഡെറിക് ഒബ്രയൻ വായിച്ചത്. പരാമർശിച്ചത് പ്രസംഗത്തിൽ. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു 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 ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ബേസിക് ആക്സിസ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞു. അതായത് ബി ജെ പി വേഴ്സസ് ദ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക, ഒരു ചിത്രമാണ് നമുക്ക് ഈ രാംലീല മൈതാനിയിൽ നിന്നും കിട്ടിയത്. അപ്പൊ അത് എന്ത് തരത്തിൽ ഇനി മുമ്പോട്ട് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് അനുസരിച്ചിരിക്കും ഒരുപക്ഷെ ഈ പ്രതിപക്ഷത്തിന് നമ്മൾ ഈ കരുതുന്നത് പോലെയുള്ള വിഷയങ്ങൾ ജനമധ്യേ എത്തിക്കാനായിട്ടുള്ള ഒരു പ്രയാസമുണ്ടല്ലോ, പല കാരണങ്ങളാൽ. പക്ഷെ ഇപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. അല്ല, പ്രതിപക്ഷത്തിന്റെ ഈ വലിയ ഒരു ഐക്യത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു സമ്മേളനം ഇന്ന് ഡൽഹി നടന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ഈ ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം ഉണ്ടായതിന് ശേഷം ആ സഖ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു 2-3 മാസങ്ങൾ കൂടി ഉണ്ടെന്ന് നമ്മൾ കാണേണ്ടതല്ലേ? എന്തൊക്കെ പറയുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞാൽ ഈ പ്രതീതി, ഇപ്പൊ നറേറ്റീവ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് തന്നെയാണ് ഈ നറേറ്റീവ് ബിൽഡിങ്ങിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. എന്താണ് ബി ജെ പി, താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഒരു വലിയ നറേറ്റീവ് ബിൽഡിങ്ങിന് ഒരു കൗണ്ടറായിട്ട് ജനാധിപത്യം അപകടത്തിലാണ്. പ്രതിപക്ഷ നേതാക്കളെ, അത് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു, ഞങ്ങളെ മത്സരിക്കാൻ അനുവദിക്കുന്നില്ല ബി ജെ പി എന്നുള്ള രീതിയിലായിരുന്നു സംഭാഷണം. അത് ഒരു വലിയ, അത് ജനാധിപത്യം അപകടത്തിലാണെന്നുള്ള ഒരു നറേറ്റീവിനെ വലിയ അളവിൽ നാട്ടുകാരിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യമായിരുന്നു നമ്മൾ രാംലീല മൈതാനിൽ കണ്ടത്. അപ്പം ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അതിന് മുമ്പെന്ത് നടക്കുന്നു എന്നുള്ളതല്ല, അത് പ്രധാനമാണെങ്കിൽ പോലും ഈ ചെറിയ ഒരു ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. 19-ാം തീയതി ആദ്യത്തെ ഫേസാണ്, ഏപ്രിൽ 19-ന് ആദ്യത്തെ ഫേസാണ്. എങ്കിൽ പോലും ഒരു കോൺടെസ്റ്റിന്റെ ചിത്രം വരച്ചിടുന്നത് മാതിരിയായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് എന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിന് തൊട്ട് മുൻപുള്ള ഈ കേജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം ഉണ്ടായ ഈ ജനാധിപത്യം അപകടത്തിൽ എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി എല്ലാവരും കൂടി ഒന്നിച്ചു വരുന്ന ഒരു വേദി ഉണ്ടാകുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ 370 സീറ്റ് വരെ കിട്ടാം, 350-ന് മുകളിൽ എന്തായാലും കിട്ടാം, ചിലപ്പോൾ 400-ന് മുകളിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടാക്കിയിട്ടില്ലേ ബി ജെ പി ഇന്ത്യയിൽ? ഉണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരേ സമയം അവർക്ക് നറേറ്റീവ് ബിൽഡിങ്ങിലുള്ള അവരുടെ സ്കിൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, പ്രതീതി നിർമ്മാണം. ഇത് രണ്ടിനകത്തും ബി ജെ പി വളരെ മിടുക്കരാണ്. ആ അർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി പിറകിലേക്ക് പോയിട്ട് നിർമ്മല സീതാരാമന്റെ ബജറ്റ് നോക്കി കഴിയുകയാണെങ്കിൽ അതിനകത്ത് സത്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സർക്കാരിന്റെ ബജറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വരുന്ന ഒരു ബജറ്റ് ആയിട്ട് പോലും അതിൽ യാതൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സോപ്സ് എന്ന് വിളിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കാണിച്ചത്, അതിനെ പലരും വിലയിരുത്തിയത് മൂന്നാമത്തെ ടേമിലേക്ക് മുമ്പിലത്തേക്കാൾ കൂടുതൽ സീറ്റോടെ മടങ്ങി വരുന്ന ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു സർക്കാരിന്റെ ബജറ്റ് എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. അവിടുന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ കോൺഫിഡൻസ് ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് ഇങ്ങനെ പ്രതിപക്ഷത്തെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്റെ ചോദ്യം അതാണ്. ഇത്രമാത്രം ഉത്തമ ബോധ്യമുള്ള ഇങ്ങനെ ഒരു ആത്മവിശ്വാസത്തോട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം ഈ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുക, സി പി ഐക്കൊക്കെ ഇൻകം ടാക്സ് നോട്ടീസ് അയക്കുക, കേജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുക, ഈ ആത്മവിശ്വാസക്കുറവാണോ അതോ കടന്ന അഹങ്കാരം എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ഇതാണോ? ഇതിനെ രണ്ട് രീതി കാണാം. നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ ഏതായിരിക്കും ശരി എന്നുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ മാതിരിയിട്ട് കുറവിന്റെ കാര്യമായിരിക്കാം. കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് അല്ലാത്ത സംഗതികളുണ്ട്. ബി ജെ പി ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോലും മുമ്പൊന്നും ഇല്ലാതിരുന്ന തരത്തിലുള്ള വിലക്കയറ്റം നമ്മുടെ മുമ്പിലുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, ഒരു വലിയ ചെറുപ്പക്കാരുടെ നിര ജോലി കിട്ടാതെ പുറത്തു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്ത് തരത്തിലാണ് ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഇല്ലെങ്കിൽ പോലും ആളുകൾക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ സർക്കാർ വിരുദ്ധ വികാരമായി
അത് മാറിയേക്കാം. അതൊരു വശത്ത്. മറുവശത്ത് ഈ പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യയിൽ ഇനി ജയിക്കാനായിട്ട് ഉത്തർപ്രദേശിൽ 16 സീറ്റ് ഉണ്ടാവും. അതെ. അതല്ലാണ്ട് അവർ അല്ലാണ്ട് ജയിക്കാനായിട്ട് സീറ്റുകളില്ല. കാരണം പിന്നെ വരുന്ന സീറ്റുകളൊക്കെ തന്നെ തെക്കേ ഇന്ത്യയിലെ 130 സീറ്റുകളാണ്. അവിടെ BJP വലിയ ബുദ്ധിമുട്ടിലാണ്. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഒട്ടും സുഖകരമല്ലാത്തൊരവസ്ഥയിലാണ് മഹായുതി എന്ന് വിളിക്കുന്ന BJPയുടെ സഖ്യം. കാരണം അവിടെ രണ്ട് മറാഠി റീജിയണൽ പാർട്ടികളെ ശരിയല്ലാത്ത രീതിയിൽ പിളർത്തി എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്ന കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മത്സരം നടക്കുന്നത്. ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള ആളുകളാണ്. ഒന്ന് ശരത് പവാർ, രണ്ടാമത്തത് ഉദ്ധവ് താക്കറെ. അത് NCPയും ശിവസേനയും താരതമ്യേന ചെറിയ പാർട്ടികളാണെന്ന് തോന്നാമെങ്കിലും അവരോട് കാണിച്ചത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ മഹാരാഷ്ട്രത്തിലുണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ കഴിഞ്ഞ തവണ 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലെ 43 സീറ്റുകളാണ് BJP സഖ്യം നേടിയത്. ആ സീറ്റുകൾ നിലനിർത്തണം. 23 സീറ്റോ മറ്റാണ് BJPക്ക് കിട്ടിയത് മഹാരാഷ്ട്രയിൽ നിന്ന്. അപ്പോൾ ഇത്തവണ അവർ 30-32 സീറ്റ് മത്സരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ നിന്നും ഈ പറയുന്ന എണ്ണത്തിലുള്ള സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. സമാനമാണ് ബീഹാറിലെ അന്തരീക്ഷം. ഇപ്പോൾ നിതീഷ് കുമാർ മറുകണ്ഠം ചാടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഉയർത്തുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ടല്ലോ. ആളുകൾക്ക് ഇതൊന്നും ശരിയല്ല എന്ന് തോന്നാം എന്നുള്ളൊരു പേടി ഒരു വശത്ത് അവർക്കുണ്ടാവാം. രണ്ടാമത്തെ വശത്ത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൽഹിയിൽ, ഞാൻ സൗത്ത് ഡൽഹിയിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി രാവിലെ നടക്കാൻ പോകുമ്പോൾ കാണുകയോ അല്ലെങ്കിൽ മുനീർക്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇതുവരെ ആരെയും കണ്ടില്ല സംസാരിച്ചവരിൽ കേജ്രിവാളിൻ്റെ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന ഒരാളെ പോലും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നടപടികളിൽ ഒരു ശരികേടുണ്ടെന്നുള്ള തോന്നൽ ആളുകളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സൂചിപ്പിക്കാതെ വിട്ട ഒരു കാര്യം ഇലക്ട്രൽ ബോണ്ടിനെ പറ്റിയിട്ടുള്ള വളരെയധികം റിപ്പോർട്ടുകളാണ്. അതിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ സംഗതി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് കേജ്രിവാളിൻ്റെ അറസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപ്രൂവറായിട്ട് വന്ന ശരത് റെഡ്ഡി എന്ന് പറയുന്ന കക്ഷി, ശരത് റെഡ്ഡി എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അയാളുടെ കമ്പനി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നു, BJPക്ക് കൊടുത്തിരിക്കുന്നു. അയാളുടെ അമ്മായി മറ്റോ TDP NDA സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള TDP ടിക്കറ്റ് കൊടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട്. ഇതൊക്കെ അപ്പോൾ പ്രതിപക്ഷം ഈ ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള സംഗതികളെക്കുറിച്ച് അഴിമതിയുടെ ഏറ്റവും വലിയ അഴിമതിയാണെന്നൊക്കെ പറയുമ്പോൾ അത് ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കുറേ അധികം റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ BJPക്ക് ഒരു ഭയപ്പാടുണ്ടെന്ന് വേണമെങ്കിൽ കരുതാം. ഇതൊന്ന്. മറുവശത്ത് ഒരു കാരണവശാലും അടുത്ത 5 കൊല്ലം എന്തെങ്കിലും രീതിയിൽ എണ്ണമുള്ള ഒരു പ്രതിപക്ഷം ലോക്സഭയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാടടച്ചിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും ഒരുപക്ഷെ ചെയ്യുന്നത്. ഇങ്ങനെയും കാണാം. അതായത് ഞാൻ ആദ്യത്തെ തീർത്താൽ ഈ കടുത്ത ആത്മവിശ്വാസം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്, അല്ല ആത്മവിശ്വാസ കുറവ് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് BJP ഒറീസയിലെ സഖ്യം പൊളിയാൻ അനുവദിച്ചു, പഞ്ചാബിലെ സഖ്യവും പൊളിയാൻ അനുവദിച്ചു? BJP സഖ്യം ഇല്ലാതായി, അകാലിദൾ BJP സഖ്യം പഞ്ചാബിലും ഇല്ലാതായി. അപ്പോൾ എന്താണ് BJP ഉദ്ദേശിച്ചത്? വളരെ പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിലെ സഖ്യകക്ഷികളെ വിട്ടിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ BJP തീരുമാനിക്കുന്നത് ഇത് ആത്മവിശ്വാസം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ആത്മവിശ്വാസമാണോ? അല്ല, ഈ 2 സംസ്ഥാനത്ത് ആ തീരുമാനങ്ങൾ എടുത്തത് BJP അല്ല. ഒറീസയിൽ BJD ആണ് തീരുമാനിക്കുന്നത്. ഇതിൽ പഞ്ചാബിലെ ശിരോമണി അകാലിദൾ, കാരണം അവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഏജൻസി കൊടുക്കണമല്ലോ. അവരും തയ്യാറായിരുന്നില്ല സഖ്യത്തിന്. കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇന്ത്യയിലെ ഫെഡറൽ രാഷ്ട്രീയത്തിന്റെ ഒരുപാട് കോൺട്രഡിക്ഷൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒറീസയിൽ എടുക്കുക. ഒറീസയിൽ ആവർത്തിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ 2019 കണ്ടിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അതായത് 1989 മുതൽ BJPയുടെ പൊളിറ്റിക്കൽ അലയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ശിവസേനയും BJP ഒരുമിച്ച് ആദ്യമായി മത്സരിക്കുന്ന 1989 അത്രയും പഴയ ഒരു സഖ്യകക്ഷി BJPക്ക് വേറെ ഇല്ല. എന്നിട്ടും അപ്പോൾ ആ സഖ്യത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന പാർട്ടി എന്നുള്ള രീതിയിൽ സംസ്ഥാനത്തെ ഭരണം ശിവസേനയെ ഏൽപ്പിക്കുകയും
കേന്ദ്രത്തിൽ ശിവസേനയുടെ സപ്പോർട്ട് നേടുക, ശിവസേനയ്ക്ക് മന്ത്രിമാരെ കൊടുക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തത്തുല്യമായ അർത്ഥത്തിൽ കൂടുതൽ സീറ്റുകൾ BJP മത്സരിക്കും. ഇതായിരുന്നു ഇക്വേഷൻ. ഇതിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുള്ളതാണ്. ദ്രവീഡിയൻ പാർട്ടികളും കോൺഗ്രസും തമ്മിലുള്ള മോഡൽ സമാനമാണ്. ഈ കോൺഗ്രസിനുള്ള സ്വാധീനത്തെക്കാൾ വളരെ കൂടുതൽ സീറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ DMK തമിഴ്നാട്ടിൽ കൊടുക്കാറുണ്ട്. അതിന് മുമ്പ് ADMK തന്നെ ചെയ്തിട്ടുണ്ട്. സമാനമായിട്ടുള്ളൊരു, അതായത് പകരം നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഇതും പ്രത്യുപകാരവും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ സംസ്ഥാനത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോണം എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ സർക്കാരുകളിലൊന്നും തന്നെ DMK സർക്കാരുകളിലൊന്നും തന്നെ കോൺഗ്രസ് അവരുടെ സഖ്യകക്ഷി ആയിരിക്കുമ്പോൾ ഭരണത്തിൽ ഉണ്ടാകാറില്ല. സമാനമായിട്ടുള്ളൊരു ഒരു ഇക്വേഷൻ നിങ്ങൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയെടുത്തിരുന്നു. ഇത് തന്നെയാണ് പഞ്ചാബിൽ ശിരോമണി അകാലിദളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നത്. ഇത് ഒറീസയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒറീസയിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ 2019 തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ ഒറീസയിൽ അസംബ്ലി ഇലക്ഷനും കൂടെ നടക്കാൻ പോകുന്നുണ്ട്. 45-46% വോട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബിജു ജനതാദൾ. ഇത്രയും സ്വക്ഷേത്ര ബലമുള്ള ഒരു പാർട്ടി എന്തിനാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷവും തങ്ങളുടെ പാർട്ടിയിൽ നിന്നും നിരന്തരമായിട്ട് ലോക്സഭ നേതാക്കളെ ചേർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നത്? ആ അലയൻസിന്റെ പ്രത്യേകത 50 സീറ്റെങ്കിലും മിനിമം വേണം എന്നാണ്. 147 അസംബ്ലി മണ്ഡലങ്ങളാണ് ഒറീസയിലുള്ളത്. 147 50 തങ്ങൾക്ക് കിട്ടണമെന്നാണ് BJP പറഞ്ഞത്. അപ്പൊ ഇതിനെതിരെ ലോക്കൽ യൂണിറ്റിൽ വലിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നു. കാരണം അവർ ഹിസ്റ്റോറിക്കലി ഒറീസയിൽ BJD നിലനിന്നിരിക്കുന്നത് 2009 മുതൽ 2009 കന്ധമാൽ റൈറ്റ്സിന് ശേഷമാണ് NDA സഖ്യം ഇടുന്നത്. അന്ന് മുതൽക്ക് BJP വളർന്നു. പക്ഷേ BJDയുടെ ഇപ്പോഴത്തെ നേതൃത്വം റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ BJPയുടെ വളർച്ച തങ്ങളുടെ ചെലവിലായിരിക്കും എന്നുള്ളത്. അപ്പൊ അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ പാർട്ടിയും രണ്ടാമത്തെ പാർട്ടിയും തമ്മിലൊരു അലയൻസ് ഉണ്ടായി കഴിയുകയാണെങ്കിൽ ആ സ്പേസ് BJP കോൺഗ്രസിന് തുറന്നു കൊടുക്കുകയായിരിക്കും എന്നുള്ള പേടിയാണ് BJDക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തുടക്കം മുതൽക്ക് തന്നെ ആ സീറ്റ് ടോക്സിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന ഒരു പാന്തിക് പാർട്ടിയാണ്. പന്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന പാർട്ടിയാണ്. സിഖ് പന്തിന് വേണ്ടിയിട്ടാണ് ശിരോമണി അകാലിദൾ ഉണ്ടായിട്ടുള്ളതും അതിൻ്റെ ആവശ്യങ്ങളും അതിൻ്റെ ഇൻട്രസ്റ്റുകളും സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ശിരോമണി അകാലിദൾ നിലനിന്നിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത് അതതിൻ്റെ ഐഡിയോളജിക്കൽ പൊസിഷൻ. രണ്ടാമത്തത് അതിൻ്റെ സോഷ്യൽ ബേസ്. അത് ജാട്ട് പെസൻട്രിയാണ് ചരിത്രപരമായിട്ട് അകാലിദളിന് അധികാരത്തിലെത്തിയിട്ടുള്ളത്. ഈ ജാട്ട് പെസൻട്രി ഇന്ന് BJPയുമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം കാർഷിക സമരം, കാർഷിക നിയമങ്ങൾ ഉണ്ടായ കാലം മുതൽക്ക് തന്നെ ആ സമരത്തിനെല്ലാം അവർക്ക് മുൻപന്തിയിൽ നിന്നിരുന്നത് ഈ ജാട്ട് പെസൻട്രിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഖലിസ്ഥാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള BJPയുടെ ഇടപെടലുകൾ, BJP ഫെഡറലിസത്തിനോട് എടുത്തിരിക്കുന്ന ഇടപാടുകൾ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ശിരോമണി ഇന്ത്യയിലെ ഫെഡറൽ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളൊരു കൂട്ടരാണ് DMK പോലെ തന്നെ ശിരോമണി അകാലിദൾ. എല്ലാ കാലത്തും കോൺഗ്രസിനെതിരെ ഫെഡറലിസത്തിന്റെ അജണ്ടയുടെ പേരിലാണ് പ്രതിപക്ഷമായിട്ട് ശിവസേന അകാലിദള് പ്രവർത്തിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലത്തായാൽ പോലും പിന്നെ ജനതാ സഖ്യത്തിലായാൽ പോലും പിൽക്കാലത്ത് അതേ ഒരു ഫെഡറൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് NDA എന്ന് കണ്ടുകൊണ്ടാണ് അവർ NDAയുടെ ഭാഗമാകുന്നത്. അത്തരത്തിലുള്ള ഒരു ഫെഡറലിസത്തിലുള്ള വിശ്വാസം BJPക്ക് ഇന്നില്ല. ഒരു ഫെഡറലിസത്തിന്റെ വക്താക്കളല്ല ഇന്നത്തെ BJP നേതൃത്വം. അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനിയും മറ്റെന്തൊക്കെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളിൽ നിൽക്കുമ്പോഴും ഫെഡറലിസത്തിന്റെ കാര്യത്തിനകത്ത് അവര് മറ്റൊരർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല. ഇന്നത്തെ BJP എന്ന് പറയുന്നത് നമ്മൾ 70കളിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കണ്ടിട്ടുള്ള കോൺഗ്രസിന്റെ മാതൃകയിലാണ് അവർ ഫെഡറലിസത്തിനെ സമീപിക്കുന്നത്. 70s സെക്കൻഡ് ഹാഫ് ഓഫ് 70s നമ്മൾ കാണുന്ന കാഴ്ച അത് ഈ ഫെഡറലിസം ഒരു വലിയ വിഷയമായി മാറുകയും സർക്കാരിയ കമ്മീഷൻ പോലെയുള്ള കമ്മീഷനുകൾ വരികയും ഇന്ത്യൻ രാഷ്ട്രീയം ഫെഡറലിസത്തിന് കൂടുതൽ അനുയോജ്യമായ ഒരു പ്രതലത്തിലേക്ക് നീങ്ങുന്നതുമായിട്ടുള്ള ചരിത്രം നമുക്കുണ്ട്. ഇതിനെ മുഴുവൻ ഒരു റിവേഴ്സ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് BJPയുടെ പക്ഷത്തുനിന്ന് നമ്മൾ ഈ കഴിഞ്ഞ 10 കൊല്ലം കണ്ടിരിക്കുന്നത്. അത്തരം ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ റീജിയണൽ ഫെഡറൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും BJPയുമായിട്ട് ഒരു നീക്കുപോക്കുണ്ടാക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം ഈ BJDയുടെ ഒറീസയിലും പഞ്ചാബിലും സഖ്യങ്ങൾ BJPക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയതിന്റെ ഡെവലപ്മെന്റ്സിനെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പഞ്ചാബിനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചാബിൽ അവരെടുത്തിരിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ്. അതായത് പഴയ ഒരു കോൺഗ്രസിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ടുവന്നിരുന്ന
അറിയപ്പെടുന്ന ഒരു നേതാക്കളുടെ ഒരു ശൃംഖല തന്നെ ഇപ്പോൾ ബി ജെ പിയിലാണ്. ഉം. അത് അമരീന്ദർ സിംഗ്, മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആകാം, ആ. കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാവായിരുന്ന സുനിൽ ഝാക്കർ ആകാം, അതെ ഇപ്പോഴത്തെ റവനീത് ബിട്ടു കോൺഗ്രസ് ഇതിൽ ചേർന്നിട്ടുണ്ട്. മുമ്പ് തന്നെ മൻപ്രീത് ബാദൽ ചേർന്നിരുന്നു. അതെ അങ്ങനെ ഇപ്പോഴത്തെ പഞ്ചാബ് ബി ജെ പി എന്നത് പഴയ പഞ്ചാബ് കോൺഗ്രസ് ആണ്. ഇത്തരത്തിൽ ഒരു തങ്ങൾക്ക് അവിടെ വേരുകളില്ലെങ്കിലും ആ വേരുകളില്ലായകയെ, രാഷ്ട്രീയമായിട്ടുള്ള വേരുകളില്ലായകയെ രാഷ്ട്രീയമായിട്ട് വേരുകളുള്ള നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് മറികടക്കാനായിട്ടുള്ള ശ്രമമാണ് ബി ജെ പി ഇപ്പോൾ പഞ്ചാബിൽ ചെയ്യുന്നത്. ഇതിന് മുമ്പ് അവർ അസാമിൽ വളരെ ഭംഗിയായി ചെയ്തൊരു കാര്യമാണ്. ചെയ്തു. അതെ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ബി ജെ പിയുടെ ഹിസ്റ്ററി നോക്കി കഴിയുകയാണെങ്കിൽ അത് മുഴുവൻ മുൻകാലത്ത് മറ്റ് പാർട്ടികളിൽ ജോലി ചെയ്ത് മറ്റ് പാർട്ടികൾ പ്രവർത്തിച്ച നേതാക്കളാണ്. അതെ. ഇനി സമാനമായിട്ട് എനിക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇവർ ഈ രാം മന്ദിറിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയും രാമമന്ദിരത്തിന്റെ ഭാഗികമായിട്ടാണെങ്കിൽ പോലും രാമമന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കുകയും അത് ഓൾറെഡി മതബോധത്തിൽ അടിസ്ഥാനമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ നവഭാരത ശക്തി എന്ന് പറയുന്ന ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്ര നിലപാടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ പോലും ഈ പ്രാണപ്രതിഷ്ഠയും രാം മന്ദിറിന്റെ ഉദ്ഘാടനത്തിനെയും എല്ലാം അതിനെയെല്ലാം മേഘാവൃതമാക്കുന്ന രീതിയിലുള്ള വലിയൊരു തിരിച്ചടി അല്ലേ ഈ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ ഈ ഇലക്ടറൽ ബോണ്ടിൽ ഉണ്ടായത് വഴി ഭരണകക്ഷിക്ക് ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ ഉണ്ടായ ഒരു തിരിച്ചടി ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇന്ത്യയിൽ ഉയർന്നു വരാതിരിക്കുന്നുണ്ടോ? പ്രതിപക്ഷത്തിന് അത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുന്നുണ്ടോ? കിട്ടിയ ഇത്ര വലിയൊരു ആയുധം. നോക്കൂ, നമ്മൾ എന്ത് വിഷയമാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് രാഷ്ട്രീയ വിഷയമായിട്ട് മുമ്പോട്ട് വെക്കാം. പക്ഷെ അത് ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്നതിന് വേണ്ടുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതിന് വേണ്ടുന്ന പൈസ വേണം, നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന കാഡർ സ്ട്രെങ്ത് വേണം, സംഘടന വേണം, നിങ്ങൾക്കത് ആളുകളിൽ എത്തിക്കാനായിട്ടുള്ള മറ്റു മാർഗങ്ങൾ വേണം. ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു സംവിധാനമില്ലായ്കയാണ്. നിങ്ങളൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ഇലക്ട്രൽ ബോൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതി വിധിയും പിന്നീടുണ്ടായിട്ടുള്ള റെവലേഷൻസും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ആളുകളുടെ അടുത്ത് എത്തിക്കുക? അതെങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക? ഇക്കാര്യത്തിനകത്ത് ബി ജെ പി വളരെ സുസംഘടിതമായിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സെൻസിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളും അവരുടേതായിട്ടുള്ള മറ്റ് തരത്തിലുള്ള പ്രവർത്തകരും സംഘടനാ മെഷീനറിയും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഒരു ഭരണകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് മാധ്യമങ്ങളുടെ മേലും പിന്നെ സർക്കാർ മാധ്യമങ്ങളും അല്ലാത്ത ഇൻഡിപെൻഡന്റ് മീഡിയയുടെ മേലും ഒക്കെ സാധാരണയിൽ കവിഞ്ഞിട്ടുള്ള സ്വാധീനം ഉണ്ടാകാനിടയുണ്ട്. അത്തരത്തിലുള്ള ഒരു പിൻബലമൊന്നും പ്രതിപക്ഷത്തിനില്ല. അപ്പൊ ഇതിനെ ഇവർ എങ്ങനെയാണ് അതിജീവിക്കാൻ, ഈ പരിമിതി എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഇത്തരം വിഷയങ്ങളെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാക്കി മാറ്റുന്നതിൽ എത്ര കണ്ട് വിജയിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇതിനൊരു പരിഹാര മാർഗം അവർ കണ്ടെത്തിയാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത് സാമ്പത്തികമായിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് നേരിടുന്ന ഞെരുക്കത്തിനെ കുറിച്ച് ആ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള മറ്റ് ഏജൻസികളെ വെച്ച് കേന്ദ്ര ഗവൺമെന്റ് പ്രതിപക്ഷത്തിനെ ഞെരുക്കുന്ന സംഭവമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിന് അധികം ദിവസങ്ങളില്ല. അപ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ കാണുന്ന വിജയത്തിലുള്ള കടുത്ത ആത്മവിശ്വാസം അത് ശരിയായി ഭവിക്കുമോ? ഈ പൊതുവെ മറ്റൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി വരാനുള്ള പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ പോലും അത് നടപ്പിലാകാതെ വരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആശങ്ക. അതെനിക്ക് അറിഞ്ഞൂടാ. കാരണം അതിനി അടുത്ത ദിവസങ്ങളിൽ എന്ത് തരത്തിലുള്ള പ്രചരണം നടക്കുന്നു, അതിനെയൊക്കെ ഒരുപാട് ആളുകൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് തീർപ്പൊന്നും കൽപ്പിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇനിയും ദിവസങ്ങളുണ്ട്. ഇപ്പോഴും നമുക്കറിയില്ല ഈ പറയുന്ന തരത്തിലുള്ള തൊഴിലില്ലായ്മയും മറ്റുമൊക്കെ ആളുകളെ എന്ത് തരത്തിൽ ഈ മോദിയുടെ നറേറ്റീവും മോദിയുടെ കരിസ്മയ്ക്കും മറ്റെല്ലാ കാര്യങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത്. അതങ്ങനെ ആകുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ കരിസ്മ മാത്രമല്ല മൃദുല, ഈ ഗവൺമെന്റ് ഇപ്പൊ ഞാൻ പലപ്പോഴും ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ആളുകളെ കാണുമ്പോൾ അവർ ഒരുപക്ഷെ ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരായിരിക്കാം. ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ഭരണത്തിന്റെ ഒരു
പ്രത്യേകത എന്ത് വെച്ച് കഴിയുകയാണെങ്കിൽ വളരെ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് ഉള്ള ഒരു സംവിധാനമാണ് യു പിയിലേത്. ഉദാഹരണത്തിന് ലോ ആൻഡ് ഓർഡർ. ഇപ്പോൾ വേറൊരു സെൻസിൽ ഒരു ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ പരിഹാരം എന്ന് പറയുന്നത് ഒരു ലോ ഹാങ്ങിങ് ഫ്രൂട്ടാണ്. നിങ്ങളുടെ കയ്യിൽ പോലീസ് ഉണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിയമപരിപാലനം സാധ്യമാക്കാവുന്നതാണ്. 2006 തെരഞ്ഞെടുപ്പ് എനിക്ക് ഓർമ്മയുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞാൻ കവർ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണത്. അതിൽ BSPക്കുള്ള മായാവതിക്ക് സിമ്പിൾ മെജോറിറ്റി കിട്ടി യു പിയിൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട്. അപ്പം അന്ന് ആളുകൾ പ്രധാനമായി എടുത്തു പറഞ്ഞിരുന്നത് അതിനു മുമ്പ് മത്സരിച്ചിരുന്ന സമാജ്വാദി പാർട്ടിയുടെ ലോലെസ്നെസ്സിനെ കുറിച്ചിട്ടാണ്. അവരുടെ കീഴിൽ ഒരുപാട് തരത്തിലുള്ള ഗ്യാങ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു, സാധാരണക്കാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. മായാവതി ആണെങ്കിൽ പോലീസുകാരെ ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട് നിയമപരിപാലനം നടത്തും. ഇതൊക്കെ നിയമപരിപാലനം എന്നുള്ളത് എല്ലാ കാലത്തും യു പിയിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ യു പിയിലെ ഗുണ്ടായിസം എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഗ്യാങ്സ്റ്ററിസം, അതിനൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇത് മുഴുവൻ വരുന്നത് സാധാരണയായി രാഷ്ട്രീയത്തിൽ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ലാത്ത സമുദായങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭാഗങ്ങളിൽ നിന്നുമാണ്. വേറൊരർത്ഥത്തിൽ അവരുടെ ഒരു നേരെ ചൊവ്വ ജനാധിപത്യം ഉണ്ടായിട്ടില്ലാത്ത, നേരെ ചൊവ്വ ക്യാപിറ്റലിസം പോലും വളർന്നിട്ടില്ലാത്ത ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിയിലെ സബാൾട്ടൺ ക്ലാസിന്റെ റിയാക്ഷനാണ് നമ്മൾ ഈ പലപ്പോഴും കാണുന്ന ഈ കലാപരിപാടികൾ. ഇതിനെ നിങ്ങൾക്ക് നിയമം കൊണ്ട് മാത്രം നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ദീർഘകാലത്തെ ഒരു പരിപാടിയാണ്. ജനാധിപത്യത്തെക്കുറിച്ച് ബോധം ഉണ്ടാക്കുക, ഈ മറ്റ് ഹിസ്റ്റോറിക്കലി ഒപ്രസ്ഡ് ആയിട്ടുള്ള സമുദായങ്ങളുമായിട്ട് നിങ്ങൾ പവർ ഷെയർ ചെയ്യുക, റിസോഴ്സസ് ഷെയർ ചെയ്യുക, ഇതൊന്നും നേരെ ചൊവ്വ നടന്നിട്ടില്ലല്ലോ. ലാൻഡ് റിഫോംസ് പോലും പെസൻട്രിക്കാണ് ലാൻഡ് കിട്ടിയിട്ടുള്ളത്, ജാട്ടുകൾക്ക് ലാൻഡ് കിട്ടി ചരൺ സിംഗിന്റെ കാലത്തെ ലാൻഡ് റിഫോംസ് മൂലം. അതിന് താഴെയുള്ളവർ കൃഷി ചെയ്യാത്ത അല്ലെങ്കിൽ കൃഷിക്കാർ എന്ന് പറയാത്ത വിഭാഗങ്ങൾക്ക് ഭൂമി കൊടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് ചരൺ സിംഗ് എടുത്തിരുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ ഒരു ഭൂമിയുടെ വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ മറ്റ് പലയിടത്തും നടന്നിട്ടില്ലാത്ത ഒരുപാട് പരിമിതികൾ യു പിയിലുണ്ട്. അത്തരം ഒരു കോണ്ടെക്സ്റ്റിലെ ഒരു സ്ക്യൂഡ് പൊളിറ്റിക്കൽ ഇക്കോണമിക്ക് അകത്താണ് നിന്നുകൊണ്ടാണ് നമ്മളിത് പലതും സംസാരിക്കുന്നത്. അതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളിൽ യോഗി ആദിത്യനാഥിന്റെ ഭരണകൂടം വളരെ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. ഒന്ന് ഈ പറഞ്ഞ നിയമപരിപാലനം. ജനസമ്മതി ഉള്ളൊരു സ്ഥലമാണ് യു പി, നമുക്കറിയാതെ, പ്രത്യേകിച്ച് യു പിയിലെ മിഡിൽ ക്ലാസിന്റെ ഇടയിൽ. രണ്ടാമത്തെ സംഗതി, ഈ പറഞ്ഞ മാതിരിയിട്ട് പബ്ലിക് ഗുഡ്സ് അത് ആളുകളിൽ എത്തിക്കുന്നതിനകത്ത് മറ്റേത് സർക്കാരിനേക്കാൾ ഫലപ്രദമായിരുന്നു യു പി സർക്കാർ, ഇപ്പോഴത്തെ യു പി സർക്കാർ എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും റേഷൻ സംവിധാനം പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഭരണത്തിൻ്റെതായിട്ടുള്ള ചില മികവുകളും, പിന്നെ ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു നറേറ്റീവ് ഉണ്ട്. കുടുംബം ഇല്ലാത്ത ഒരാളാണ് യോഗി ആദിത്യനാഥ്, കൊണ്ട് കറപ്റ്റ് അല്ല. അതെ, ആ നറേറ്റീവിന് പിന്നെ പ്രത്യേകിച്ച് കാവ്യവസ്ത്രധാരിയായ ഒരാൾക്ക് ഇന്ത്യൻ ജനസാമാന്യത്തിന്റെ ഇടയിൽ വലിയ ഹോൾഡ് സാധാരണ ഉണ്ടാകും. അതൊക്കെ അങ്ങനെ പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഉത്തർപ്രദേശിലെ BJPയുടെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു ഹിജിമോണിക് അവസ്ഥയ്ക്ക്. അതെ, അല്ല ഉത്തർപ്രദേശിലെ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ആളുകളെ കാണുമ്പോൾ ഈ മുസ്ലിം ജനവിഭാഗത്തിൽ അല്ലാതെയുള്ള ആളുകളെ, ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ആളുകളെ കാണുമ്പോൾ പൊതുവെ അവർ ആദ്യം പറയുന്നത് ഈ യോഗി മഹാരാജ് എന്നൊക്കെ അവർ പറയുള്ളൂ. യോഗി മഹാരാജ് വന്നതിന് ശേഷമുള്ള ഈ ക്രമസമാധാന നില, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനി അധികം സമയം ചർച്ചയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്കാൻഡലായിട്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെ ഉപയോഗിച്ചതെന്നുള്ളത്, അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ, ഇപ്പോൾ അമൃതലാൽ നേരത്തെ കൃത്യമായി പറഞ്ഞതുപോലെ, ഇത്തരം രാഷ്ട്രീയ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഏജൻസീസ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ ഇന്നത്തെ ഭരണകക്ഷി ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു വിജയം കൂടായികയില്ല എന്നുള്ള ആശങ്കയും കൂടി പങ്കുവയ്ക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ചർച്ചയുടെ അവസാനം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതിനാൽ പ്രതിപക്ഷത്തിന്
വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ ഉള്ളെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പ്രതിപക്ഷത്തിന് ഈ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ളതെന്നാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അവസാനമായി അമൃതന് എന്താണ് തോന്നുന്നത്? അല്ല, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 കൊല്ലം കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നു അവരുടെ BJP-യുടെ സ്ലോഗൻ എങ്കിൽ ഇനിയത്തെ അടുത്ത 5 കൊല്ലം ഒരുപക്ഷെ പ്രതിപക്ഷ മുക്ത ഭാരതമായിരിക്കാം. അതിനുള്ള അതെ, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാം. അതെ. അതായത് ഈ പറഞ്ഞ പോലെ 370-ൽ പരം സീറ്റുകൾ, 400-ൽ പരം NDAക്ക് സീറ്റുകൾ, അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് 100 പോലും തയ്ക്കാൻ കഴിയാത്തൊരു പ്രതിപക്ഷ നിരയാണ് പാർലമെന്റിലെങ്കിൽ 2029 തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് എന്താണ് റഷ്യയിലോ അല്ലെങ്കിൽ തുർക്കിയിലോ ഒക്കെ ഉണ്ടാകുന്ന ഞാനിപ്പോ പോയ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും, ഇപ്പൊ കംബോഡിയയിൽ എടുത്തു കഴിഞ്ഞാൽ, ഉസ്ബെക്കിസ്ഥാനിൽ ഞാൻ പോയപ്പോഴും, ഇപ്പൊ ഈജിപ്തിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും എല്ലാം ആളുകളെല്ലാം പറയുന്നത് ഈ പ്രതിപക്ഷ മുക്ത നാമമാത്ര ജനാധിപത്യത്തിൽ ജീവിക്കുന്നതിന്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. അങ്ങനെയൊക്കെ ആകാതിരിക്കട്ടെ, കരുതുക മാത്രമേ നിർത്തിയുള്ളൂ. ഓക്കെ. കാരണം വരുന്ന ദിവസങ്ങളിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരിക്കും. ഈ പൊളിറ്റിക്കൽ കറപ്ഷനൊക്കെ എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കാരണം പലരും കറപ്ഷന്റെ വലിയ കറപ്ഷന്റെ പ്രതീകങ്ങളായി ജനമധ്യത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ് പലരും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ എത്ര കണ്ട് പ്രധാനമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ 3 ആഴ്ചയുണ്ട്. 3 ആഴ്ചയല്ല, പല ഘട്ടങ്ങളായിട്ടാണ്. Thank you, Amrut, for your quality time. Thank you. Thank you, Gopalesh.